എന്തൊരു ചൂടായത്. അതുകൊണ്ട് ഞാനും കുഞ്ഞാവയും ഡാഡയും കൂടെ പുഴയിൽ പോകാൻ തീരുമാനിച്ചു. നല്ല കാറ്റാണ് അവിടെ. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കാൻ നോക്കും. പറമ്പൊക്കെ കയറി ഇറങ്ങി വേണം പുഴയിലെത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളങ്ങ് പോയി. വാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. വാഴയുടെ ഇടയിൽ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. പച്ചച്ചീര, ചുമന്ന ചീരയൊക്കെ. ഈ ചീരയൊക്കെ പുഴു തിന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഒരു മാഷിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുഴു തിന്ന ചീര ധൈര്യത്തോടെ മേടിച്ചോളാൻ. അതെന്താ ഞാൻ ചോദിച്ചപ്പം, പുഴുവിന് ചീര തിന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിന്നാൻ, അതിൽ വിഷമൊന്നും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുറേ കാലം പുഴു തിന്ന് ചീര നോക്കി ഞാൻ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ പറഞ്ഞ് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് ഞങ്ങൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഈ പൂവിനെ കണ്ടോ, അടിപൊളിയാണ്, ഫോട്ടോ ഫീസൊക്കെയാണ്. പക്ഷേ ആൾ ഭയങ്കര പെശക. ഇതൊരു കുഞ്ഞു കഷ്ണം ഒരു പറമ്പിണ്ടായി അത് മൊത്തം അവിടെയാവും. പിന്നെ അതിനെ പറിച്ചു മാറ്റാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ കവുങ്ങൊക്കെ കണ്ടു, കവുങ്ങിൻ്റെ കഥയൊക്കെ പറഞ്ഞ്. മുളക് കണ്ടു, 2-3 മുളക് പിച്ചിയെടുത്തു. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, കണ്ടപ്പോൾ ഒരു പിടിച്ച ഒരു മോഹം. അങ്ങനെ 2 പറിച്ചെടുത്തു. പിന്നെ നല്ലൊരു മാങ്ങ കണ്ടു കേട്ടോ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മാങ്ങ. പാവല്ലേ, സങ്കടാവില്ലേ, അതുകൊണ്ട് അങ്ങ് പറിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടായോണ്ടേ ഈ മാങ്ങിൻ്റെ കുഞ്ഞു ഉണ്ണി മാങ്ങയൊക്കെ ഉണ്ടല്ലോ, പൊഴിഞ്ഞു വീഴുക ഒരുപാട്. അങ്ങനെ നടന്ന് പുഴയുടെ തീരത്തെത്തി. നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ഓരത്തങ്ങ് ഇങ്ങനെ നിന്നു. ഇറങ്ങാനും പറ്റിയില്ല കാര്യമായിട്ട്. ഭാവിയുള്ളതുകൊണ്ട് നോക്കിയൊക്കെ ഇറങ്ങണമല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് കണ്ടു. നല്ല കാറ്റായിരുന്നു, ഇലയൊക്കെ നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. കൊച്ചു ഭയങ്കര ബഹളമായിരുന്നു. ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എങ്കിലും അവിടെ നിന്ന് കുറേ നേരം നിന്ന് പഴയ കഥയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റൊക്കെ കൊള്ളും, നല്ലതാന്ന് തോന്നി. പിന്നെ മാങ്ങയൊക്കെ തിന്നിട്ട് അവിടെ നിന്ന് പയ്യെ തിരിച്ച് നടന്നു കേട്ടോ. നോക്കിക്ക് ഒരാളുടെ മുഖത്ത് കുശുമ്പ് കണ്ടോ, അതെന്താണെന്നറിയോ, വെള്ളത്തിൽ വിടാഞ്ഞിട്ടാണ്. അപ്പോൾ വേറൊരു ദിവസം വെള്ളത്തിൽ വിടാം അല്ലേ. അപ്പോൾ ശരി, കാണാം.